ഹലോ. അങ്ങനെ ഞാനിന്ന് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ലേണേഴ്സ് ടെസ്റ്റ് ഇല്ലേ, അത് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞാൻ മൂന്നാമത്തെ തവണയാണ് ഇത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ അറ്റൻഡ് ചെയ്തു, അപ്പം എനിക്ക് 1 മാർക്കിനാണ് പോയത്. ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. അതായത് ക്യാപ്ചയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ തവണ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ക്യാപ്ച ടൈപ്പ് ചെയ്ത് പിന്നെ ക്വസ്റ്റ്യൻ ആൻസറും കൂടി ചെയ്തപ്പോൾ ഇച്ചിരി ടൈം ഔട്ടായിപ്പോയി. അങ്ങനെ എനിക്ക് അതും പോയത്. അപ്പോൾ രണ്ടാമത്തെ തവണ അതായിരുന്നു. എനിക്ക് മൂന്നാമത്തെ തവണ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. നല്ല ടെൻഷനുണ്ട്, എന്നാലും നമ്മളത് ടെൻഷനാണ്, പേടിയാണെന്ന് തിരിച്ചു പോകാൻ പാടില്ല. എന്തായാലും ഇത് മേടിച്ചെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കത് കിട്ടണം എന്നുള്ളതിൽ തന്നെ ഞാൻ പോവുകയാണ്. ഇനി തോറ്റാലും ഞാൻ വീണ്ടും എഴുതും. ഒരിക്കലും ഞാൻ ഇത് വേണ്ടെന്ന് വെച്ചില്ല. ഇനി തോറ്റാലും ഇനി എഴുതുന്ന വെച്ച് പോകുന്നത്. അപ്പം ഞാനങ്ങനെ 20 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് പയ്യന്നൂർക്ക് ബസ് കയറാൻ പോവാണ്. ബസ്സിന് പോവുകയാണ്. പയ്യന്നൂരിൽ വെള്ളൂർ ബസ് കയറണം. വെള്ളൂർ ആദ്യത്തിലാണ് എനിക്ക് എക്സാം വരുന്നത്. എൻ്റെ വീട് വരുന്നത് പരിയാരം എംബേറ്റിലാണ്. എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് സദ്യവാൻ്റെ വീട് കടന്നപ്പള്ളിയാണ്. ഇപ്പം ഞാൻ എംബേറ്റിൽ നിന്ന് വണ്ടി കയറിയിട്ടുള്ളത്. അത് കാരണം ഐശ്വര്യനെ അവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എംബേറ്റിൽ നിന്ന് വണ്ടി കയറിയിട്ട് പയ്യന്നൂർക്ക് പോവുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ സൈഡ് സീറ്റിൽ പാട്ടൊക്കെ കേട്ടിരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ക്ലാത്തറ ടൗണിലുള്ളൊരു പള്ളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പള്ളി കാണാൻ. അപ്പം ഐശ്വര്യനെ ഞാനിങ്ങനെ കൊണ്ടുപോകലുണ്ട് കേട്ടോ. ബസ്സിൽ കൊണ്ടുപോകും, കാറിലും കൊണ്ടുപോകും. എന്നാലും ഞങ്ങളെ 2-3 തവണ ബസ്സിൽ കൊണ്ടുപോയിട്ട്, കാരണം ഐശ്വര്യം അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ബസ് യാത്രയും കാര്യങ്ങളും എല്ലാം അവളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ പോകാനായിട്ട്. പക്ഷേ അവിടെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ മാനേജ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ നിൽക്കുന്നവരെയും ഇരിക്കുന്നവരെയൊക്കെ തോണ്ടി പിടിച്ച് അവർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. അവൾ ബസ്സിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർ ചിലപ്പോൾ നിൽക്കും പൈസ തോന്നി അവരോട് വർത്താനം പറയുമ്പോൾ അവർക്ക് ചില കുട്ടികളാണ്, എന്നാലും അവർക്കൊന്നും പറയാൻ പറ്റില്ല. അതിന് തോന്നിപ്പോകുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവം എടുത്തേക്കും. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടം ബസ്സിൽ പോയി ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുപോലെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ റോഡ് പണിയൊക്കെ നടക്കുന്ന ആറുവരിപ്പാടി ആക്കുന്നുണ്ട്. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഹൈവേയിലേക്ക് കയറി. ഇനി ഞാൻ കാണിക്കാൻ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലാണ്. ഈ ഒരു വീട്ടിൽ ഊർന്നൊരു ഹോട്ടലാണ്. നല്ല അടിപൊളിയാണ് അവിടുത്തെ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്ത വരാൻ പോകുന്നത് പെരുമ്പ പുഴയാണ്. നല്ല അടിപൊളി പുഴയാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും പയ്യന്നൂർ പോകുമ്പോൾ ഞാൻ ഈ പുഴ ഇങ്ങനെ നോക്കി നിൽക്കും. ഐശ്വര്യം ഞാൻ ഐശ്വര്യ ഉമ്പെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യം കാണിച്ചു കൊടുക്കും. ഉമ്പെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. ഐശ്വര്യം ഭയങ്കര ഇഷ്ടമാണ് ഈ പുഴ കാണാനായിട്ട്. വൈകുന്നേരം ഈ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുമ്പോൾ ആകാശം നല്ല ചുമന്ന കളറിലൊക്കെ ഉണ്ടാവില്ലേ, ആ സമയം പുഴ കാണാൻ സൂപ്പറാണ്. നല്ല ഭംഗിയാണ് അപ്പോൾ കാണാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെരുമ്പ പുഴ കഴിഞ്ഞു. അടുത്ത് നമ്മൾ പെരുമ്പ ഒരു ടേണിങ്ങിലേക്ക് എത്തുകയാണ്. സിഗ്നലിൻ്റെ അവിടെ വന്നു. ഇവിടെ നിന്ന് നേരെ നമുക്ക് സ്റ്റാൻഡിലേക്ക് പോകണം. സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾക്ക് വെള്ളൂർ ബസ് കയറിയിട്ട് ആർടി ഓഫീസിലേക്ക് പോകണം. ഞാൻ ബസ്സിൽ ഒറ്റയ്ക്ക് വരുന്നത് കുറവാണ്. എന്നാലും അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാലും വിരലിലുണ്ടാവുന്ന അത്രയും തവണ ഞങ്ങൾ പോയിട്ടുള്ളൂ. കാരണം എനിക്ക് ഈ സ്ഥലങ്ങൾ അങ്ങനെ വലിയ പരിചയമില്ല. എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിക്കുന്നത് എൻ്റെ സ്വന്തം നാട് കൊട്ടിയൂരാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരം എനിക്ക് നാളങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് സന്ധ്യയായിട്ട് തന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ബസ് എവിടെയാണ് തപ്പി കണ്ടുപിടിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ടാണ് കേട്ടോ കയറി സ്ഥലം കഴിയില്ലാത്ത ഞാൻ ചോദിച്ച് പോകാറുള്ളൂ. ഫസ്റ്റ് ടൈം ഞാൻ ഇതുപോലെ ബസ് കയറിയിട്ടാണ് പോയത്. അപ്പോഴും ഞാൻ ഇതുപോലെ ചോദിച്ചാണ് പോയത്. സെക്കൻഡ് ടൈം സന്ധ്യയായിട്ട് ഐശ്വര്യം ഉണ്ടായിരുന്നു. തേർഡ് ടൈം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അത് ഞാനിങ്ങനെ ചേട്ടാ അവിടെ ആർടി ഓഫീസിൻ്റെ മുന്നിൽ നിർത്തി തരണേ എന്നൊക്കെ പറഞ്ഞിട്ടേ പോകുള്ളൂ. കാരണം അത് ഇപ്പോൾ ആറുവരിപ്പാടി ആക്കുന്നതുകൊണ്ട് എല്ലായിടത്തും അവർക്ക് ബസ് നിർത്താനും പറ്റും. എനിക്ക് അങ്ങനെ സ്ഥലവും പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയും അവിടെ നിർത്തി തരണം. അപ്പോൾ ചേട്ടന്മാർ ബാക്കിൽ നിന്ന് വിളിച്ച് പറയും, ആർടി ഓഫീസ് എന്ന് വിളിച്ച് പറയും. അപ്പോഴേക്കും ഞാൻ ചാടി എണീക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇറങ്ങേണ്ട സ്ഥലം അവർ വിളിച്ച് പറയുന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. സ്ഥലം അങ്ങനെ പരിചയമുള്ളൂ. പരിചയം ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ കണ്ട് പരിചയമില്ലാത്തുള്ള കുഴപ്പം കൊണ്ടാണ്. അങ്ങനെ ഞാനിതാ നമ്മുടെ വെള്ളൂർക്കുള്ള 15 രൂപയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ബസ്സിലിരിക്കുകയാണ്. പയ്യന്നൂരിൽ നിന്ന് പെട്ടെന്നെത്തും. അങ്ങനെ ആർടി ഓഫീസിലെത്തി. 35ാമത്തെ ടോക്കണൊക്കെ കിട്ടി. എന്നെപ്പോലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ പേര് എക്സാം എഴുതുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ലേണിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അങ്ങനെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇത് എങ്ങനെയാവും എന്നോർത്തൊരു ടെൻഷനുണ്ട്. എന്നാലിതാ ഞാൻ പാസ്സായി. മൂന്നാമത്തെ തവണ ഞാൻ ആ കടമ്പ ജയിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അതാ തിരിച്ച് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞാൻ പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ കണ്ടക്ടർ ചേച്ചിയാണ്, ഒരു വനിതയാണ് ഞാൻ കയറിയ ബസ്സിലെ കണ്ടക്ടർ. എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചിനെ കണ്ടിട്ടേ. അപ്പോൾ എൻ്റെ ലേണിങ്ങിൻ്റെ
ടെസ്റ്റ്, ലേണിംഗ് ടെസ്റ്റ് ഞാൻ പാസ്സായി കേട്ടോ. ആക്ച്വലി 3ാമത്തെ തവണയാണ് ഞാൻ പോയി എഴുതുന്നത്, പാസ്സാവുന്നത്. ഒക്ടോബർ മുതൽ ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റവും പഴയത്തെ സിസ്റ്റവും നല്ല വ്യത്യാസമുണ്ടല്ലോ. ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. പഴയത് അത്യാവശ്യം നല്ല ഈസി ആയിരുന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുള്ളത്. ഈ എന്നാ സിഗ്നലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ആണെങ്കിൽ ക്യാപ്ചയുണ്ട്. അതുപോലെ തന്നെ 30 സെക്കൻഡിൽ നമ്മൾ ഈ ക്യാപ്ചയും അതുപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ എന്തോ എനിക്ക് ഇപ്പം 3ാമത്തെ തവണയാണല്ലോ എഴുതി കിട്ടി. ഇന്നുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് എഴുതി കിട്ടിയല്ലോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ലാബ് ഉള്ളതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു തന്നാൽ എനിക്ക് ലാബിലെ കാര്യങ്ങൾ, ഒന്നാമത് ഐശുവിൻ്റെ കാര്യം നോക്കണം, ലാബിലെ കാര്യം നോക്കണം. അപ്പോൾ ഡ്രൈവിങ് അറിയാമെന്ന് പറയുന്ന ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ലാബ് കൂടി ഉള്ളതുകൊണ്ട്. അങ്ങനെ പക്ഷേ ഈ ലേണിംഗ് അറ്റൻഡ് ചെയ്യുന്നത് കുറച്ച് കഷ്ടമാണ് ഗൈസ്. കുറച്ച് നല്ല അത്യാവശ്യം നല്ല കഷ്ടമാണ്. അപ്പം ഇനിയുള്ള ലേണിങ്, അപ്പോൾ മാക്സിമം ഇനി ആരെങ്കിലും ഇങ്ങനെ ലേണിംഗ് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് എഴുതി. ഇനി കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാണ്ട്, കാരണം ഇനിയും കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ടഫ് ആവുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് തന്നെ എല്ലാവരും പാസ്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ 30 ക്വസ്റ്റ്യനാണ് വരിക. 30ൽ 18 ശരിയാക്കിയാൽ മതി. 18ാമത്തേത് ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം ക്ലോസ് ആവും. പിന്നെ ആദ്യ സമയത്ത് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പം 3 ക്വസ്റ്റ്യൻ, അതായത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു ക്യാപ്ച വരും, ക്വസ്റ്റ്യൻ്റെ കൂടെ ക്യാപ്ച വരും. പിന്നെ 4-5 ക്വസ്റ്റ്യൻ മാത്രം. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെ ക്യാപ്ച ഉണ്ടാവും. പിന്നെ 7-8 ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും. പിന്നെ 9ാമത്തേത് വരുമ്പം ക്വസ്റ്റ്യനും ക്യാപ്ചയായിരുന്നു. ഇപ്പം അത് മാറി. എന്നിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെ ക്യാപ്ച ഉണ്ടാവും. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യനും ക്യാപ്ചയായിരിക്കും. പിന്നെ 30ാമത്തെ ക്വസ്റ്റ്യനും ക്യാപ്ചയും. അങ്ങനെയാണ്. 18 ശരിയാക്കി 18ാമത്തെ ശരിയാകുമ്പോഴേക്കും എല്ലാം ക്ലോസ് ആവും. അങ്ങനെയാണ്. അങ്ങനെ ഭയങ്കര വിജയകരമായി ഞാനത് പാസ്സായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ എൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഞാൻ എൻ്റെ സന്ധ്യേട്ടനാണ്. കാരണം എന്നെ ഡ്രൈവിങ് പഠിപ്പിക്കാനായിട്ട് വിടുന്നതും എന്നെ അതിനെല്ലാം മോട്ടിവേറ്റ് ചെയ്യുന്നതും, ഞാൻ എത്ര ഫെയിലായിട്ട് ഈ 2 തവണ ഞാൻ തോറ്റ് തൊപ്പിയിട്ടിട്ട് വന്നിട്ടും സന്ധ്യേട്ടനൊന്നും പറഞ്ഞിട്ടില്ല. സന്ധ്യേട്ടനാണ് എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സന്ധ്യേട്ടൻ എൻ്റെ വലിയ താങ്ക്സ് ഉണ്ട്. ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാണ്. പിന്നെ സന്ധ്യേട്ടൻ എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. അപ്പോൾ സന്ധ്യേട്ടനാണ് എന്നെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് പോയി പഠിച്ചോ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം അതും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ 2 മണിയായപ്പോൾ വീട്ടിലെത്തിയത്. 2 മണിയായപ്പോൾ വീട്ടിലെത്തി. ഐശു നല്ല ഉറക്കമായിരുന്നു. ഐശുവിന് ചെറിയ പനി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താ കാലാവസ്ഥയൊക്കെ മാറിയിട്ടല്ലോ, ചെറിയ തണുപ്പൊക്കെ തുടങ്ങേണ്ട അവൾക്ക് ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ ഐശു നല്ല ഉറക്കമായിരുന്നു. ഞാൻ ചെന്നൈ വിടി പക്ഷേ എണീറ്റു കേട്ടോ. അതുകൊണ്ട് ഞാൻ വാരി വലിച്ച് ചോറ് വാരി വലിച്ച് തിന്നിട്ട് അവളെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്ത് അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഞാൻ വേഗം ലാബിലേക്ക് വന്നു. കാരണം നമ്മുടെ ലാബിലെ കുട്ടി ലിജിനുണ്ട്. ലിജിന എന്നാണ് പേര്. ലിജിന രാവിലെ 6:30 വന്നിട്ട് 2:30 പോകും. അപ്പോൾ അവൾക്ക് വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പം ഞാൻ വന്നാലേ അവൾക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം ഓടിപ്പടച്ച് വന്നു. എന്നിട്ട് അവളെ പറഞ്ഞു വിടുക ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ 6 മണി വരെ ലാബിലുണ്ടാവും. അപ്പോൾ ലാബിൻ്റെ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയാണ് ലാബ് ഓപ്പൺ ആക്കിയത്, ലാബ് ഓപ്പൺ ആക്കാനുണ്ടായ സിറ്റുവേഷൻ്റെ കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അത് എല്ലാവരും തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം കേട്ടോ. കാരണം എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ലൈഫാണ് ഞാൻ ആ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ലാബിൻ്റെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ ലൈഫാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണണം. ആ വീഡിയോ മാത്രമല്ല, എൻ്റെ എല്ലാ വീഡിയോസും കാണണം. എന്നാലും കൂടുതലായിട്ട് ആ വീഡിയോ ഒന്ന് കാണണം. കാരണം ഞാൻ എന്താണെന്നും എൻ്റെ ലൈഫ് എങ്ങനെയാണെന്നും അറിയിക്കുന്നൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അത് ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ലാബ് കാണിക്കാം, പിന്നെ സ്ഥലം എവിടെയാണെന്ന് പറയാം, എല്ലാം പറയാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും അനുഗ്രഹിക്കുക. അപ്പോൾ ഐശുവിനെ കൊണ്ട് ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.